കടൽക്ഷോഭത്തിനും കനത്ത മഴയ്ക്കും പുറമെ തുടർച്ചയായ കപ്പൽ അപകടങ്ങളും തീരദേശ മേഖലയ്ക്ക് ആശങ്ക ഉയർത്തുകയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിൽ പ്രതിസന്ധിയിലായ മത്സ്യമേഖലയ്ക്ക് ഇരട്ടി പ്രഹരമാവുകയാണ് തീരത്തടിയുന്ന കണ്ടെയ്നറുകളും. മത്സ്യത്തൊഴിലാളി ഒന്നാമത് തന്നെ പിന്നെ വലിയ കഷ്ടപ്പാടിലൊക്കെയാണ്. പിന്നെ ഇത് വരുന്ന കാരണം ഇപ്പോൾ ഈ മത്സ്യബന്ധന മീൻ കൊണ്ടുവരുന്ന മത്സ്യത്തെക്കുറിച്ച് തന്നെ ഇപ്പോൾ പുറത്ത് വലിയ മോശമായ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പം തന്നെ ഉണ്ട്. ഇതുമൂലം കടൽക്ഷോഭവും ശക്തമായ മഴയുമൊക്കെ അതിജീവിച്ച് ഉപജീവനമാർഗം കണ്ടെത്തുന്നവരാണ് കേരളത്തിന്റെ സ്വന്തം സൈന്യം. പല ദുരന്തമുഖത്തും മനസാന്നിധ്യത്തിന്റെ ഈ ധൈര്യം അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ് മലയാളികൾ. എന്നാൽ കേരളത്തിന്റെ പുറംകടലിൽ തുടർച്ചയായി ഉണ്ടാകുന്ന കപ്പൽ അപകടങ്ങളിൽ നിസ്സഹായരായി നോക്കി നിൽക്കുന്ന മത്സ്യത്തൊഴിലാളികളെയാണ് കാണാൻ കഴിയുന്നത്. തുടർച്ചയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഇതൊരു ഭീഷണിയായിട്ട് മാറിയിരിക്കുക. ഇപ്പോൾ ഇത് കാരണം നമുക്ക് പണിക്ക് പോകാനൊന്നും പറ്റത്തില്ല. ഇപ്പോൾ അത് മൊത്തത്തിൽ ജനങ്ങൾ എല്ലാവർക്കും അതൊരു ആശങ്കയായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഭവപ്പെടുന്നു. രാസപദാർത്ഥങ്ങളും സ്ഫോടനാത്മകമായ വസ്തുക്കളുമായി പോകുന്ന കപ്പലുകൾ തുടർച്ചയായി അപകടങ്ങളിൽ പെടുന്നു. 80 നോട്ടിക്കൽ അകലെ നിന്നുപോലും കണ്ടെയ്നറുകളും അവശിഷ്ടങ്ങളും തീരത്ത് വന്നടിയുന്നു. തീരങ്ങളിൽ നിന്നും അകലം പാലിക്കണമെന്നും മത്സ്യബന്ധനത്തിനായി കടലിൽ പോകരുതെന്നുമുള്ള നിർദ്ദേശങ്ങളും പതിവാകുന്നു. ഞങ്ങൾക്കൊക്കെ പേടി വന്നു. ഈ കളറും ഇതിനകത്ത് വാൾവൊക്കെ ഇരിക്കണപ്പോൾ ഗ്യാസ് ആണെന്നുള്ള ചിന്താഗതിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു സ്റ്റൗ ഒന്നും കത്തിക്കണ്ട, ഇത് അഥവാ എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ പ്രശ്നമാണെന്ന് പറഞ്ഞു. ഇപ്പോൾ വാൾവൊക്കെ കണ്ട എവിടെ ഇപ്പോൾ ഏറ്റം കൊള്ളുമ്പോൾ ഈ കടലിൽ ഈ കല്ല് വന്ന് ഇടിച്ച് എവിടെയെങ്കിലും സ്ക്രാച്ച് വീണ് ചിലപ്പോൾ ലീക്ക് ഉണ്ടായാൽ മൊത്തത്തിൽ അപകടപ്പെടും. കൊച്ചി തീരത്ത് അപകടത്തിൽപ്പെട്ട MSC എൽസ കപ്പലിലെ അവശിഷ്ടങ്ങൾ ആലപ്പുഴ, കൊല്ലം തീരങ്ങളിലാണ് വന്നടിഞ്ഞത്. ഒരു ദുരന്തത്തിന്റെ ഭീതി ഒഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ബേപ്പൂർ തീരത്ത് സിംഗപ്പൂർ കപ്പൽ വാൻഹായ് 503 പുറം കടലിൽ കത്തിയെരിയുന്നത്. വീണ്ടും ആശങ്കയുടെ നിഴലിലാണ് തീരദേശവാസികൾ. ഇതുപോലെ അവിടെ കപ്പൽ കയറിയപ്പോഴും ഇതുപോലായിരുന്നു. ഒരുപാട് ദുരന്തം അനുഭവിച്ച മത്സ്യത്തൊഴിലാളികൾ പണിയൊന്നുമില്ലാതെ ഒത്തിരി നാൾ വീടുകളിലൊക്കെ ഇരിക്കുകയായിരുന്നു. ഇത് വന്നത് കൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ആളുകളെല്ലാം വന്നത്. മറ്റേത് കടൽ കയറിയാൽ ഇവിടെ അങ്ങ് ഒരു മനുഷ്യനും വരത്തില്ല, ഒരു മെമ്പറും വരത്തില്ല, ആരും വരത്തില്ല. ഇപ്പം ഇത് വന്നതുകൊണ്ട് ഇവിടെ ഇപ്പം കുറേ ആളുകൾ. 2 ദിവസം കൂടി ജാഗ്രത തുടരണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പ്. ട്രോളിംഗ് നിരോധനത്തോടെ ചെറുവള്ളങ്ങളിൽ മത്സ്യബന്ധനത്തിനായി തയ്യാറെടുത്തിരുന്ന ജനതയ്ക്ക് മുന്നിലേക്കാണ് കണ്ടെയ്നർ ഭീഷണിയെന്ന പ്രതിസന്ധി എത്തിയിരിക്കുന്നത്. ന്യൂസ് മലയാളം, ആലപ്പുഴ.